ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് എനിക്കൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ തലശ്ശേരി ബിരിയാണി ലഭ്യമല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ പൈനാപ്പിൾ എസെൻസ്, വാനില എസെൻസ്, റോസ് എസെൻസ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ബിരിയാണികൾ, പിന്നെ കറി ബിരിയാണി. അതും ദം ബിരിയാണി ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. ദം ബിരിയാണി ഇല്ല, കുറവാണ്. പിന്നെ എന്ന് വെച്ചാൽ കറി ബിരിയാണിയാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കും, മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കും, ബീഫ് റോസ്റ്റ് ഉണ്ടാക്കും, ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കും. ബിരിയാണി ചോദിക്കുന്നവർക്ക് ചിക്കൻ റോസ്റ്റ് എടുത്ത് വെക്കും, മുകളിൽ റൈസ് ഇട്ടിട്ട് കൊടുക്കും. പിന്നെ ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറുമാണ് ചോദിക്കുന്നത്, സെപ്പറേറ്റ് കൊടുക്കും. അങ്ങനെയുള്ളതായിരുന്നു. അപ്പം കറക്റ്റ് ഒരു ദം ബിരിയാണി ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു ഒരെണ്ണം തുടങ്ങണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഈ ഷോപ്പ് എടുത്തു. അങ്ങനെ നല്ല പരസ്യം ചെയ്തു, ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ വൻ ജനപ്രവാഹമായിരുന്നു. അങ്ങനെ ഞാനത് നന്നായിട്ട് ക്ലിക്കായി. ഇപ്പം 12 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണ വന്നു. ഇത് ഏത് വർഷം? 2019 സ്റ്റാർട്ട് ചെയ്തു. കൊറോണ വന്നപ്പോഴത്തേക്ക് ഈ ഷോപ്പ് വേറെ ആളുടെ ആയിരുന്നല്ലോ, റെന്റിനായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് ഗൾഫിൽ നിന്ന് വന്നതാണ്, അയാൾക്ക് ഈ ഷോപ്പ് തിരികെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 1 മാസം സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടൗണിൽ നമുക്ക് തന്നെ ഒരു സ്വന്തം ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ വേറൊരു സ്ഥാപനം നേരത്തെ നടന്നുകൊണ്ടിരുന്നു, അത് വെക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് എല്ലാം ഒന്ന് റെഡിയാക്കി മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്നുള്ള ധാരണയിൽ അതെല്ലാം റെഡിയാക്കി. അങ്ങനെ അവിടേക്കാണ് ഈ കൈമാസ് രണ്ടാമത് മാറ്റി റീലൊക്കേറ്റ് ചെയ്ത്. രണ്ടാമത് മാറ്റുമ്പോൾ ഒരു ഏകദേശം ഒരു 48 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണ് തുടങ്ങിയത്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ചൈനീസ്, അറബിക്ക്, ഇന്ത്യന്, പിന്നെ ബ്രോസ്റ്റഡ്, തന്തൂർ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ആരംഭിച്ചത്. അതാണ് സ്റ്റാർട്ടിങ്. തുടക്കത്തിൽ അങ്ങനെയാണ് വന്നത് അല്ലേ? അങ്ങനെയാണ് കൈമാസിന്റെ നമ്മൾ കണ്ട ഔട്ട്ലെറ്റിലേക്ക് എത്തിയത്. അതെ അല്ലേ? ഓക്കെ.